ഇന്ത്യൻ സമുദ്രകരുത്തിന് പുതിയ ഊർജ്ജം പകർന്ന് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മാഹി ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരിക്കുകയാണ്. നാവികസേനയിൽ സജീവ സേവനത്തിലേക്ക് പ്രവേശിച്ച ഈ യുദ്ധക്കപ്പൽ ഒരു സാധാരണ നാവിക പ്ലാറ്റ്ഫോം എന്നതിനപ്പുറം ഇന്ത്യയുടെ തീരദേശ പ്രതിരോധ സിദ്ധാന്തത്തിൽ വലിയ മാറ്റം കുറിക്കാൻ സഹായിക്കുന്ന പുതിയ തലമുറയുടെ ആയുധ സംവിധാനമാണ്. ആഴം കുറഞ്ഞ തീരക്കടലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്യാധുനിക ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുകയും പിന്തുടരുകയും ആവശ്യമായാൽ നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കരുത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ഒരൊറ്റ ലക്ഷ്യത്തിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വികസിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് INS മാൽവാന്റെ 80% നിർമ്മിച്ചത്. ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങളിലൊന്നായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. കപ്പലിന്റെ രൂപകൽപ്പന മുതൽ യുദ്ധ സംവിധാനങ്ങൾ, സെൻസറുകൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ആയുധ സംയോജനം എന്നിവയുടെ വലിയൊരു ഭാഗവും ഇന്ത്യൻ കമ്പനികൾ വികസിപ്പിച്ചതാണ്. 2026 ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്ന 7ാമത്തെ യുദ്ധക്കപ്പലാണ് INS മാൽവാൻ. INS മാൽവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രവർത്തന മേഖലയാണ്. സാധാരണ ഡിസ്ട്രോയറുകൾക്കും ഫ്രിഗേറ്റുകൾക്കും ആഴം കുറഞ്ഞ തീരക്കടലുകളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ കഴിയില്ല. അവയുടെ വലിയ ഡ്രാഫ്റ്റും പ്രൊപ്പലർ സൃഷ്ടിക്കുന്ന ശബ്ദവും കാരണം തീരപ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് എന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഇതേ പ്രതികൂല സാഹചര്യങ്ങളെ ഫലപ്രദമായി മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാൽവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നദീമുഖങ്ങൾ, തുറമുഖങ്ങൾ, ദ്വീപുകൾക്കിടയിലുള്ള ജലപാതകൾ, തീരദേശ ഷെൽഫുകൾ തുടങ്ങിയ ലിറ്റോറൽ മേഖലകളിൽ അതിവേഗവും അതീവ നിശബ്ദവുമായി പ്രവർത്തിക്കുവാൻ ഈ കപ്പലിന് സാധിക്കും. കപ്പലിന്റെ വാട്ടർ ജെറ്റഡ് പ്രൊപ്പൽഷൻ സംവിധാനമാണ് ഇതിലേറ്റവും പ്രധാനം. പരമ്പരാഗത യുദ്ധക്കപ്പലുകൾ തുറന്ന പ്രൊപ്പലറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ശക്തമായ മറൈൻ ഡീസൽ എഞ്ചിനുകൾ വഴി പ്രവർത്തിക്കുന്ന വാട്ടർ ജെറ്റ് സാങ്കേതിക വിദ്യയാണ് INS മാൽവാൻ ഉപയോഗിക്കുന്നത്. ഈ സംവിധാനത്തിലൂടെ ഏകദേശം 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വെള്ളം അതിവേഗത്തിൽ പിന്നിലേക്ക് തള്ളി കപ്പലിനെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല INS മാൽവാന്റെ ആയുധശേഖരവും അത്രത്തോളം ശക്തമാണ്. കപ്പലിന്റെ മുൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന RBU 6000 ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വെള്ളത്തിനടിയിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഡെപ്ത് ചാർജ് റോക്കറ്റുകളുടെ വേഗത്തിലുള്ള ആക്രമണം നടത്തുവാൻ സഹായിക്കുന്നു. ശത്രു ടോർപിഡോകളെയും വെള്ളത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെയും വേഗത്തിൽ കണ്ടെത്തുവാനും പ്രതിരോധിക്കുവാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. കൂടാതെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന 324 mm ടോർപിഡോ ട്യൂബുകളിൽ നിന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകൾ വിക്ഷേപിക്കുവാനും കഴിയും. ഇതിലൂടെ കണ്ടെത്തിയ അന്തർവാഹിനികളെ കൃത്യമായി ആക്രമിക്കുവാനും സാധിക്കും. കപ്പലിൽ ആന്റി സബ്മറൈൻ മൈൻ സ്ഥാപിക്കാനുള്ള പ്രത്യേക സംവിധാനവുമുണ്ട്. പ്രധാന തുറമുഖങ്ങൾ, സമുദ്ര ചോക്ക് പോയിന്റുകൾ, ഓഫ്ഷോർ എണ്ണവാതക കേന്ദ്രങ്ങൾ എന്നിവയുടെ സമീപത്ത് പ്രതിരോധ മൈൻ ഫീൽഡുകൾ സൃഷ്ടിക്കുവാനും ഇതിലൂടെ സാധിക്കും. ഉപരിതല ഭീഷണികളെ നേരിടാൻ 30 mm CRN-91 നാവിക തോക്കും 12.7 mm റിമോട്ട് കൺട്രോൾ ആയുധ സ്റ്റേഷനുകളും കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകൾ, വേഗമേറിയ ബോട്ടുകൾ, ചെറുകിട ആക്രമണ കപ്പലുകൾ എന്നിവയെ പ്രതിരോധിക്കുവാൻ ഇവ സഹായിക്കും. സെൻസർ സംവിധാനത്തിലും അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് INS മാൽവാൻ ഉപയോഗിക്കുന്നത്. ആഴം കുറഞ്ഞ ജലാശയങ്ങൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഹൾ മൗണ്ടഡ് സോണാർ സംവിധാനമാണ് മറ്റൊരു പ്രധാന സവിശേഷത. കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഡിസൈൻ, ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയൊക്കെ ഉള്ളതിനാൽ ശത്രുവിന് ഈ കപ്പലിനെ കണ്ടെത്തുക എന്നതും പ്രയാസമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുമ്പോൾ INS മാൽവാന്റെ വരവ് അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പൽ എന്നതിനപ്പുറം ഇന്ത്യൻ നാവികസേനയുടെ ബഹുതല ആന്റി സബ്മറൈൻ പ്രതിരോധ ശൃംഖലയുടെ ഏറ്റവും ആന്തരിക പാളിയായാണ് INS മാൽവാൻ പ്രവർത്തിക്കുക. ദൂരെയുള്ള ഭീഷണികളെ ആദ്യം കണ്ടെത്തുന്നത് P-81 നെപ്റ്റ്യൂൺ ദീർഘദൂര സമുദ്ര പെട്രോൾ വിമാനങ്ങളും MQ-9B സീഗാർഡിയൻ ഡ്രോണുകളും ആഴക്കടൽ ഡിസ്ട്രോയറുകളുമായിരിക്കും. അവ കണ്ടെത്തുന്ന ലക്ഷ്യങ്ങൾ തീരപ്രദേശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ INS മാൽവാൻ പോലെയുള്ള ASW, SWC യുദ്ധക്കപ്പലുകൾ അതിവേഗം പ്രതിരോധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. ഇതുവഴി തുറമുഖങ്ങൾ, നാവിക താവളങ്ങൾ, എണ്ണവാതക ഉൽപാദന കേന്ദ്രങ്ങൾ, വാണിജ്യ കപ്പൽ പാതകൾ എന്നിവയുടെ സുരക്ഷ കൂടുതൽ ശക്തമാകും. അന്തർവാഹിനി വേട്ട മാത്രമല്ല INS മാൽവാന്റെ ചുമതല. തീരദേശ നിരീക്ഷണം, ലോ ഇന്റൻസിറ്റി മറൈൻ ഓപ്പറേഷനുകൾ, മൈൻ യുദ്ധം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ, നിർണായക സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയൊരുക്കൽ തുടങ്ങിയ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കുവാനും ഇതിന് കഴിയും. 16 കപ്പലുകൾ ഉൾപ്പെടുന്ന വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് INS മാൽവാൻ. 1989 മുതൽ സേവനത്തിലുള്ള അഭയ് ക്ലാസ് കോർവെറ്റുകളെ പകരം വയ്ക്കുന്നതിനായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ലാസൻ ആൻഡ് ട്യൂബോ, മഹീന്ദ്ര ഡിഫൻസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ ചേർന്നാണ് ഈ പദ്ധതിയുടെ നിർമ്മാണം. മഹാരാഷ്ട്രയിലെ ചരിത്രപ്രസിദ്ധമായ മാൽവാൻ പട്ടണത്തിന്റെ പേരാണ് ഈ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത്.